യേശു കർത്താവ് തീയുടെ ബലത്തെ കെടുത്തുന്നവനാണ്. അതിലെയോ പുസ്തകം പഠിക്കുന്നവർക്ക് അറിയാമല്ലോ, 3 പേരെയല്ലോ തീക്കകത്തിട്ടത്. രാജാവ് പറയാ, എടാ 4 പേര് നടക്കുന്നല്ലോ, ഒരുത്തന്റെ രൂപം ദൈവദൂതന്റെ ആ രൂപത്തോടൊക്കുന്നല്ലോ. നീ തീക്കകത്തൂടെ പോകുമ്പോൾ അക്കതയാൽ നിന്നെ ദഹിപ്പിക്കത്തില്ല. 4-ാമനായി നിന്റെ കൂടെ ഇറങ്ങി വരുന്ന നസ്രായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളും കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചവർ അവരായിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് ഇന്ന് രാത്രി ഈ ചൂളകളെ അനുഭവങ്ങളിൽ കൂടി പോകുന്ന ദൈവത്തിന്റെ അനുഭവത്തോടെ പോകുമ്പോൾ മറന്നു നിൽക്കുന്ന ദൈവമല്ല, മറഞ്ഞിരിക്കുന്ന കർത്താവല്ല, നിന്റെ സമീപം വന്ന് നിന്റെ തീയുടെ ബലത്തെ കെടുത്തുന്നവന് ഇന്ന് രാത്രിയും അവൻ നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച് കെട്ടവനായി ചുട്ടുപിടിപ്പിച്ച വെണ്ണൂട്ടുന്ന സാക്ഷ്യമുള്ള പ്രാണമുള്ളവനാൽ 7 നക്ഷത്രം വനകിലും പിടിച്ച് നിലവിളിക്കുന്ന നടുവിൽ നിലയങ്ങി വിളിച്ച് ആ ഗുലാബുള്ളവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എത്ര വിടുതലുകളും തീയുടെ അനുഭവങ്ങളിൽ കൂടി പോയവർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് രാത്രി ആയുസോടിരിക്കുകയോ പോയ മേഖലകളൊക്കെ എല്ലാവരും ഓർത്ത് പുറകോട്ട് ഇതിനെ ഓർക്ക്. പണ്ട് യാക്കോബ് മരിക്കുന്നതിന് മുന്നേ യോസേഫിന്റെ പിള്ളാരെ കൈവടച്ചു വെച്ച് അനുഗ്രഹിച്ച ഒരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. 48:11 ഒന്ന് വായിച്ചേ. 40 വാക്യമാ, ഇതൊന്ന് വായിച്ചോ. 48:11 ഇസ്രായേൽ യോസെഫിനോട്, അപ്പൻ മോനോട് പറയാ, യാക്കോബ് യോസെഫിനോട് പറയാ, നിന്റെ മുഖം കാണുമെന്ന് യോസേഫിൽ നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതുപോലത്തെ പ്രശ്നങ്ങളിൽ കൂടിയാണ് ഞാൻ പോയത്. എന്തെല്ലാം ശോധനകൾ, എന്തെല്ലാം കെടുതികൾ, എന്തെല്ലാം കെടുമതികൾ, എന്തെല്ലാം പോരാട്ടങ്ങൾ, എന്തെല്ലാം വൈതരണി. ആ സമയത്തൊക്കെ ഞാൻ നിന്റെ മുഖം കാണുമെന്ന് പോലും വിചാരിച്ചതല്ല. അടുത്തത്, എന്നാൽ നിന്റെ സന്തതിയെ കൂടെ കാണുവാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, പുറകോട്ടുള്ള വർഷം ഒന്ന് നോക്ക്. നീ എങ്ങനെ എത്രത്തോളം വന്നത്, ദൈവത്തിന് എങ്ങനെ ഇവിടെ കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തിന് സ്വതന്ത്രം കരയറ്റു. അപ്പൻ മോനോട് പറയാ, മോനെ നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ കരുതിയതല്ല. പക്ഷെ ദൈവം അത്ര വിശ്വസ്തൻ. നിന്റെ സന്തതിയെ കൂടെ കാണുവാൻ നിന്റെ ദൈവം ഞാൻ പറയുന്നത് മക്കളുള്ളവരെക്കാളും കൂടുതൽ തോത്രം പറയേണ്ട കൊച്ചുമക്കളുള്ളവരാണ്. കൊച്ചുമക്കളുള്ളവര് തൂങ്ങിച്ചത്ത പോലായിരിക്കും. കൊച്ചുമക്കളുള്ളവര് നന്നായിട്ട് തോത്രം പറയണം. കാരണം കൊച്ചുമക്കളെ അനുഗ്രഹിച്ചേച്ച വലിയപ്പം വായു കൊണ്ടെന്നല്ല, പറാലയോട് ചേർത്ത് പഠിച്ച പണിയുടെ അറ്റത്തിലാണ് ദൈവത്തെ ആരാധിച്ചെന്നാണ്. ആരാധിക്കുമ്പോൾ 147 വയസ്സുണ്ട്. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല, ആരാധനയ്ക്ക് പൊസിഷനും തടസ്സമല്ല. ദാവീദ് പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ ഈകൾ പറഞ്ഞു, അച്ഛൻ എൻ്റെ ഈ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇങ്ങനെ പണ്ടത്താൻ നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വേണം വർഷത്തിനൊക്കെ കൈയടിക്കുന്നതിനൊക്കെ. ഇന്ന് ക്ലബിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, നിന്റെ ഹസ്ബൻഡ് ഞാൻ ഇങ്ങനെ എന്നിട്ട് വേടറിയാം എല്ലാവരെയും പോകുന്നു ഇങ്ങനെ ഇടയ്ക്ക് ഓടി ഹല്ലേലൂയ എന്നൊക്കെ പറയാം. അതിനിങ്ങനെ നമ്മൾ റോയൽ ഫാമിലി ആകുമ്പോൾ നമ്മൾ പത്തിത്തോറ്റ തങ്കച്ചനെ പോലല്ല, ഡോക്ടറേറ്റ് ഉള്ള സ്തോത്രം. നമ്മളങ്ങനെ പെട്ടെന്ന് ഗ്ലോറിയിൽ നിന്നും കയറി അവരെ ആലോചിച്ച് സൂക്ഷിച്ചും വേണം പിന്നെ ഒരു ഗ്ലോറി പറയാം. ദാവീദ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നാടൻ ഭാഷ, ഈ പൊട്ടി ഭോഷി നിന്നെ കെട്ടുന്നതിന് മുന്നേ ഞാൻ പുൽപ്പുറത്തായിരുന്നു, ആടുകളെ തീറ്റ നടന്നതാണ്, ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ, സങ്കീർത്തനക്കാരെ എഴുതിയതുപോലെ പറഞ്ഞാൽ എന്റെ അപ്പനും അമ്മയെ എന്നെ ഉപേക്ഷിച്ചപ്പോൾ, സഹോദരന്മാരെന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എന്റെ ദൈവം പുൽപ്പുറത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണ്. എനിക്ക് മൗനമായിട്ടിരിക്കാൻ ഒക്കത്തില്ല. ദാവീദ് പൂർണ്ണ ശക്തിയോടെ ദൈവത്തെയാണ്. ആരാധനയ്ക്കെതിരെ നിന്നിച്ച ഈഹലിന് പിള്ളേരുണ്ടായില്ല, പക്ഷെ ആരാധിച്ച ദാവീദിന് സന്തതി ഉണ്ടായി. ആരാധിച്ച ദാവീദിനോട് 89-ാം സങ്കീർത്തനത്തിൽ കർത്താവ് ദൂത് പറഞ്ഞു, നിന്റെ സന്തതിയെ ആകാശമുള്ള കാലത്തോളം ഞാൻ സ്ഥിരപ്പെടുത്തും. ആരാധിക്കുന്നതിന് ദൈവം അനുഗ്രഹം വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിഷയം അതല്ല, കർത്താവിന്റെ മഹത്വം. അപ്പോൾ ലോകത്ത് ഇങ്ങനെ തീക്കകത്തിട്ടു, തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ജീവൻ പോയില്ല. പിന്നെ പായ്ക്കപ്പലെ കയറ്റി നാട് കിടത്തിയെന്നൊക്കെ, കാറ്റ് തെറ്റിയടിച്ച് പത്മോസിൽ കൊണ്ട് കയറ്റിയെന്നൊക്കെ ഒരു ചരിത്രം. എന്തായാലും കൊള്ള പത്മോസിൽ യോഹന്നാൻ അപ്പോസ്തലൻ ചെന്നു. സമയത്തെ ഞാൻ വായിക്കും. കർത്ത ദിവസത്തിൽ ആത്മനിമിഷനായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. കർത്ത ദിവസത്തിൽ ആത്മനിമിഷൻ 10-ാം വാക്യം 1-10. കർത്ത ദിവസത്തിൽ ഞാൻ ആത്മനിമിഷനായി, കർത്ത ദിവസത്തിൽ ഞാൻ
വിവശനായി. ഞാൻ ആത്മാവിന്റെ വിവശതയ്ക്ക് എതിരല്ല. പുസ്തകം പഠിച്ചാൽ ആത്മവിവശത ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകാറുണ്ട്, ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ ഇന്ന് കാണുന്ന രീതിയായിട്ട് പുസ്തകത്തിൽ വ്യത്യാസം. ആത്മാവിന്റെ വിവശത വന്നാൽ സുബോധം ഉണ്ടാകും. ഓർക്കും, കാണും, അറിയും, കേൾക്കും, എഴുതും, മറക്കുകയല്ല. അങ്ങനെ നമുക്ക് താഴത്തെ വാക്യം പഠിക്കുമ്പോൾ തടയല്ല വിവശത ഉണ്ടാകില്ല. കവണ്ണല്ലേ വീണത്? ഇപ്പൊ വീഴുന്നതല്ല. കവണ്ണ് വീഴുക എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം വീഴുന്നത് പ്രണമിക്കുക. ഭക്തി, ഭയം, ബഹുമാനം, ആദരവ് അതെല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള ആ പ്രത്യേക പ്രതിഭാസം ആ കവണ്ണ് വീണ് ദൈവത്തെ ആരാധിക്കുന്നു. ഇന്ന് കാണുന്നതല്ല മറന്നു വീഴുക. ഉദാഹരണം, നാട്ടിലൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ പിണറായി വിജയൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ നരേന്ദ്രമോദി. അപ്പൊ അവരിലൊരാൾ നമ്മുടെ യോഗത്തിന് വരിക. അപ്പൊ അവരോട് ബഹുമാനം കൊണ്ട് ചിലര്, നമ്മളല്ലെങ്കിലും ചിലര് എന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് കവണ്ണാണ് വീഴേണ്ടത്. അല്ല, എന്റെ പ്രധാനമന്ത്രി എന്റെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പറയും പെട്ടെന്ന് അഡ്മിറ്റ് ആക്കാൻ. കാരണം എന്നെ കാണാൻ വന്നായി വലത് കിടക്കുന്നത്. ഇന്ത്യയുടെ ഒരു ചെറിയ സംസ്ഥാനമാകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ലോകത്തിലൊരു രാജ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ അത്രയും ബഹുമാനമായിട്ട് കവിണ്ണ് വീഴുകയാണെങ്കിൽ അഖിലാണ്ടങ്ങളുടെ ഉടയവനായ രാജാവായ സർവജനായ ദൈവത്തിന്റെ മുമ്പിൽ കവിണ്ണ് വീഴുന്ന തെറ്റല്ല. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഏതായാലും 10 ദിവസത്തിൽ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതിയ എന്ന 7 സഭകൾക്ക് അയക്കുക എന്ന് കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ ഒരു നാദം കേട്ടു. ഒരു നാദം, കാഹളത്തിട്ടൊരു നാദം കേട്ടു. അടുത്തത് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് നാദം കേൾക്കുക അറിയുന്ന. പക്ഷെ ഈ നാദത്തിന്റെ സവിശേഷത കാണാൻ പറ്റുന്ന നാദമാണ്. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊൻവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് വാക്യമെല്ലാം നമുക്ക് മനപ്പാടം വായിച്ചത്രോ സമയം കളയുന്നില്ല. അപ്പോൾ തിരസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ദർശിക്കുക. ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ ഭാഗം വിടാം, കാണാൻ കൊള്ളാവുന്നവനാ ക്രിസ്തു. ഇതുപോലെ യോഗ്യൻ ശ്രേഷ്ഠനായ ഒരുവനില്ല. ഒത്ത അംഗപ്രത്യന്റെ വർണ്ണനില്ലേ, 2 കൈ 2 കാല് 1 തല. അതായി ശരിയായ ലക്ഷണം. ഇത് പിടിക്കുന്നതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ശരിയായ ലക്ഷണമാണ്. ആർക്കും ഏത് സമയത്തും ഏത് സ്ഥലത്തിരുന്ന് ആർക്കും നോക്കാം. അതുപോലെ യോഗ്യനാ ക്രിസ്തു. ചിലതിനെ നോക്കിയാൽ നമുക്ക് വെപ്രാളം ഉണ്ടാകും. പിള്ളേരെ നോക്കിക്കേ ചെയ്യരുത്, കൊച്ചുങ്ങൾ മേടിച്ച് ചത്തുപോകും. ആ നോട്ടം ഇരിക്കും വായിക്കാത്തൊരു വഴുവും. അർദ്ധരാത്രി ചിലതിനെ കാണുന്നെങ്കിൽ അന്നം വിട്ടുപോകും. എന്നാൽ യേശു ക്രിസ്തുവിനെ കുഞ്ഞുങ്ങൾക്ക് നോക്കാം, പ്രായമുള്ളവർക്ക് നോക്കാം, മധ്യവയസ്കർക്ക് നോക്കാം, യൗവനക്കാർക്ക് നോക്കാം. ഇതുപോലെ യോഗ്യനായ ശ്രേഷ്ഠനായ ഉന്നതനായ ഒരുവനില്ല. ആർക്കും എവിടെ ഇരുന്നും ഏത് സമയത്തും നോക്കുവാൻ യോഗ്യനായവനാ ക്രിസ്തു. സ്തോത്രം. ഇതുപോലെ ശ്രേഷ്ഠൻ ഉന്നതനായ ഒരുവനില്ല. ആ മുഖത്തോട്ട് നോക്കിയിട്ട് സൈമൺ സാറ് പറഞ്ഞ പദം ഞാൻ മിക്കപ്പോഴും പ്രസംഗിക്കാൻ പറയാറുണ്ട്. ആ മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നെന്ന്. നിൻമുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിലമ്പൈ. നിൻമുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിലമ്പൈ. പൊങ്ങിലേയിക്കുന്നു ദിവ്യ ജ്ഞാനികൾ നിന്റെ നന്മൊഴിക്കരി കണയുവതിനൊരു നവ്യമായ സയൻസുമില്ലത് സമ്മതിക്കും നജ്ഞരല്ല പ്രാണികൾ. തെല്ലും ഉണ്മയാറിയുന്നതില്ലൈമാനികൾ. അപ്പോൾ സാറിന്റെ ഭാഷ പറഞ്ഞാൽ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ തേൻ ഇറ്റിറ്റ് വീടുന്നു. നമുക്കറിയാം, തുറയൂര് കെ മാത്യു സാറിന്റെ പിതാവുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചില ഞാൻ കണ്ടിട്ടില്ല. പേരിശ്ശേരി മത്തായിച്ചൻ. മത്തായിച്ചൻ ആ മുഖത്തോട്ട് നോക്കിയിട്ട് എഴുതിയ വരി നമുക്ക് മനപ്പാടമാണ്. കോടി സൂര്യ പ്രഭയേറും രാജരാജാണ്. കോടി സൂര്യന്മാർ ഉദിച്ചു നിന്നാൽ അതിലും പ്രഭയാണ് യേശു ക്രിസ്തുവിന്. ഇതുപോലെ യോഗ്യനും ശ്രേഷ്ഠനും ഉന്നതനും മകനുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ജലദൂരിലെ ഷൗമേൽ സാറ്
ആ സ്വഭാവം എല്ലാം കൂടെ കണക്കിലെടുത്ത് വെച്ചൊരു വരി എഴുതി, ഒത്തിരി വരി എഴുതി. ഒരു വരിക, കലുഷത ലേശം കാണുന്നില്ല, ഒരു കലുഷത ഇല്ലാത്തവനാ ക്രിസ്തു. ഇതുപോലെ ശ്രേഷ്ഠനും ഉന്നതനും യോഗ്യനായ ഒരുവനില്ല. ആ കർത്താവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതുമായ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വേലക്കാരെ, ആ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അവന്റെ സാക്ഷ്യം വഹിക്കുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ഒന്നാമത്തെ കാര്യം, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. അതാണ് ഒന്നാം അധ്യായം. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത. നമ്മളിതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 21-ാം വാക്യം ലവോദിക്ക സഭയോട് ബന്ധപ്പെട്ടാണ് വായിച്ചത്. 21-ാം വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഒരു ചെറിയ അപേക്ഷ, ഈ വാക്യം കാണിക്കുന്നവരോട് വാക്യം കാണിക്കണ്ട. എല്ലാവരും പുസ്തകം എടുക്കാൻ താല്പര്യമുള്ളവരെടുക്കുക, എല്ലാത്തിനും എടുക്കണ്ട. പാട്ട് വല്ലതും ഇടുമ്പോൾ ഒന്ന് കാണിച്ചാൽ കുഴപ്പമില്ല. വാക്യം കാണിച്ചാലേ വെടിക്കെട്ട് കാണാതിരിക്കുമ്പോൾ വെടിക്കെട്ട് കാണുമ്പോൾ ഡുമ്മെന്നങ്ങനെ പൊട്ടുന്ന കണ്ടാൽ മതി. അടുത്തത് പിന്നെയും വന്ന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ വേദപുസ്തകം കൊണ്ടുവരികയും എടുക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ അത്ര ഒന്നും ഒക്കത്തില്ല, എന്നാലും അത് ആ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം. ഇനി മലയാളം അറിയാത്തവർക്കാണ് എന്നെ കാണിച്ചു കൊടുത്തത്, ഇനി അതിന് ഉടക്കുണ്ടാകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ 3-ാം അധ്യായം 21-ാം വാക്യം, ജയിക്കുന്നവൻ ഈ എന്തിനെയൊക്കെ ജയിക്കണം. അതാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ വിഷയം. എന്തിനെയൊക്കെ ജയിക്കണം? 7 സഭയോട് കർത്താവ് ദൂത് പറയുന്നുണ്ട്. 7 സഭയോട്. കർത്താവിന് മുഖപക്ഷമില്ലല്ലോ. ഇനി ഓരോ സഭയോട് ദൂത് പറയുമ്പോൾ ആ ദൂതിന് ഒരു ശൈലിയുണ്ട്. വിശേഷിച്ച് കർത്താവിന്റെ പറയുന്നത്. സാധാരണ മനുഷ്യർക്ക് ദൈവം അറിയിക്കുന്ന ദൂത് പറയുമ്പോൾ ഓരോ പ്രവാചകന്മാർക്കൊക്കെ ഓരോ ശൈലിയുണ്ട്, പ്രവചന ശൈലിയുണ്ട്. അത് വ്യത്യസ്തമാണ്. യെശയ്യാവിന്റെ ശൈലിയല്ല യെരമ്യാവിന്, യെരമ്യാവിന്റെ ശൈലിയല്ല യെഹെസ്കേലിന്, ഇവരുടെ ആരുടെയും ശൈലിയല്ല ദാനിയേലിന്. വ്യത്യസ്തമാണ്. ഇതിലൊക്കെ വ്യത്യസ്തമാണ് നാഥാന്റെ ശൈലി. അതിൽ നിന്നും വിഭിന്നമാണ് ഏലിയാവിൻ്റെ. എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ദൈവാത്മാവാ പ്രവർത്തിക്കുന്നു. കണ്ടുകൊണ്ടാണ് വാൻ കറങ്ങുന്നതും ലൈറ്റ് കത്തുന്നതും ഈ മൈക്ക് വർക്ക് ചെയ്ത് എല്ലാം കറങ്ങാം. പക്ഷെ വിവിധ നിലകളിലാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ദൈവം എല്ലാവരെയും പരമേൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോട് ദൈവമാണ്. എന്നിട്ട് നല്ലവനും നന്നും വിശ്വസ്തനുമായ ദാസനെ വിളിക്ക് യോഗ്യരായിക്കോ. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് ദൂത് പറയുമ്പോൾ അതിന് ശൈലിയുണ്ട്. ആ ശൈലി നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. 1-2 കാര്യം പറയാം ഈ ദൂതിനുള്ള ശൈലി. ഒന്ന്, കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. എല്ലാ സഭയെ കുറിച്ച് പഠിക്കുമ്പോഴാണ് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, അഭിനന്ദനീയമായ കാര്യം കർത്താവ് അഭിനന്ദിക്കും സഭയെ. 3, ആക്ഷേപം വല്ലതുകൊണ്ട് കർത്താവ് ആക്ഷേപിക്കും. 4, നന്നായിട്ട് വിവേചിക്കും. 5, മുന്നറിയിപ്പ് കൊടുക്കും. 6, പ്രബോധിപ്പിക്കും. 7, പ്രതിഫലം വല്ലതുകൊണ്ട് അതും പറയും. അപ്പൊ ഭാഗമെല്ലാം പഠിക്കുമ്പോ കർത്താവിന്റെ ദൂതിന്റെ ശൈലിയല്ല അങ്ങനെ. അപ്പൊ 1, തന്നെ വന്ന് പരിചയപ്പെടുത്തും. യേശു പരിചയപ്പെടുത്തണം, അത് തെറ്റല്ല. അധികം പറ്റാകരുത്. സൗത്ത് പാസ്റ്റർ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി ഞങ്ങൾ അതുപോലെ അടുപ്പമുള്ളതുകൊണ്ട്. നിങ്ങളൊരാളെ ശുശ്രൂഷിക്കുന്നെങ്കിലും ലീഡ് ചെയ്യുന്ന ആൾ ഒരു വാക്കിൽ നിന്ന് പരിചയപ്പെടുത്തും, തെറ്റല്ല. ചിലയിടത്ത് ആരാ പ്രസംഗിച്ചെന്ന് പോലും അറിയാൻ മേല. ആരാണ്? ചില വണ്ണം ഉണ്ടായിരുന്നു, ശബ്ദമല്ലാതെ ശബ്ദമായിരുന്നു, ഒരു സുഖമല്ല. ഒരു വാക്കിൽ നിന്ന് പരിചയപ്പെടുന്നല്ല. അധികപ്പെട്ട ആൾക്ക് കേട്ടിട്ടുള്ള കഥയ സന്ദർഭം വന്നുകൊണ്ട് ഒന്നുകൂടെ പറയുക. ഭർത്താവ് മരിച്ചു കിടന്നപ്പോൾ അച്ഛൻ പ്രസംഗിച്ചു, ഈ കിടക്കുന്ന അവരാജൻ മഹാമനസ്കനും ഉദാരമനസ്കനും നാട്ടുകാർക്ക് പ്രിയപ്പെട്ട കണ്ണിലൂമ്പിയും നാട്ടുകാരുടെ അഭിമാനവും ഇതുപോലെ ആർദ്രതയുള്ള അനുകമ്പയുള്ള ഒരു മനുഷ്യൻ ഈ ദേശത്ത് ഇല്ലായിരുന്നു. സഹജീവികളോട് ഇതുപോലെ മഹാമനസ്കതയുള്ള ഒരു മനുഷ്യൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഭാര്യ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുഞ്ഞമ്മ കണ്ണത്തിൽ തുടത്തേച്ചൻ മോനോട് ചോദിച്ചു, അച്ഛനോട് എന്ന് ചോദിച്ചു, നമ്മുടെ പപ്പായെ പറ്റി തന്നെയാണോ അച്ഛൻ? ആളും അങ്ങനെ ചിലരിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യം തന്നെയാണോ നമുക്കൂടെ ആർദ്രപ്പെട്ടു പോകും. കണ്ടമാനമാകരുത്, പക്ഷെ ആടുന്നത് തെറ്റില്ല. ഒരു വാക്ക് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി സഭയ്ക്ക്. ആ പരിചയപ്പെടുത്താൻ കണ്ണിൽ ഒന്ന് വായിച്ച് ആ 14-ാം വാക്യമല്ലോ ആ ലവോദിക്ക സഭയോട് ദൂത് പറയുന്നത്. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക,
വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ സഭയ്ക്ക് പരിചയപ്പെടുത്തുക. നിങ്ങളോട് ദൂത് പറയുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളോട് വാദിക്കുന്ന ഞാൻ ആരാണെന്ന് ഒറ്റവാക്കി പറയാ. എല്ലാ പദവും എടുക്കുന്നില്ല. ഞാൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നെ നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവം. അതെന്നെ അങ്ങനെ പറയാൻ കാര്യം, ഇവിടെ ആരും വിശ്വസ്തനല്ല. ഓട്ടോയിൽ ഇപ്പോൾ ആൾ വന്ന് കളിച്ചിരിക്കുന്ന ഞാൻ എന്നെ പോലെ വിശ്വസ്തൻ ഈ ലോകത്തിൽ ദൈവം തമ്പരാണെന്ന് പരിശോധിക്കുന്നു. ഞാൻ നിങ്ങൾ ആരും വിശ്വസ്തത ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ എല്ലാവരും അവിശ്വസ്തരാണ്. അതെ, അച്ഛാന്ന് പറഞ്ഞ് പുറകെ വന്നിട്ടൊന്ന് നടക്കുന്നത് പേരുകൂട്ടി ആധാരം കാലശേഷ അമ്മമ്മയ്ക്ക് ഉള്ളത് കൊണ്ടാണ്. ഞാൻ കുടുംബകലം ഉണ്ടാക്കാൻ വന്നതല്ല. മോളി എന്ന് പറഞ്ഞ് പുറകെ പമ്മി വരുന്നത് വിശ്വസ്തനായത് കൊണ്ടൊന്നുമല്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. പലയിടങ്ങളിൽ പോകുന്നതല്ലേ. അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് നിയമം സഹോദരി പറഞ്ഞു, ദൈവഹിതത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ചില പരിവക്കാരാണ്. കുറെ നാളായിട്ട് പുള്ളിക്കാരിയും കിടന്നെന്ന് കുഴയില്ല, ചത്തുപോകാൻ പ്രാർത്ഥിക്കണം എന്നായി പറഞ്ഞത്ര പറഞ്ഞില്ലതേ ഉള്ളൂ. നമ്മൾ ഉപദേശിമാരായതുകൊണ്ട് ചില പ്രയോഗമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം. നമ്മൾ പിന്നെ ആരോഗ്യം രാത്രി പരുവത്തിന് പ്രാർത്ഥിക്കും. പോകണ്ട, ഞാൻ രാത്രി തന്നെ. ഇവിടെ ആരും വിശ്വസ്തരല്ല. മക്കളെല്ലാവരും വിശ്വസ്തരല്ല, മാതാപിതാക്കളെല്ലാവരും വിശ്വസ്തരല്ല. പത്രമാധ്യമങ്ങളിലും മറ്റ് പത്രദ്വാരയിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നല്ലോ. എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്. സ്വയരക്ഷ, സ്വന്തം കാര്യം, സ്വാർത്ഥം. പണ്ട് ഒരു കവിത പാടിയായിരുന്നു. തന്റെ കാര്യമഖിലം നടക്കണം, തന്റെ ഭാര്യയും സുതനും സുഖിക്കണം. മനുഷ്യന്റെ ചിന്താഗതിയാ. തന്റെ കാര്യമഖിലം നടക്കണം, എന്റെ കാര്യമെല്ലാം നന്നായിട്ട് നടക്കണം. അത് നല്ല കാര്യമാണ്. തന്റെ കാര്യമഖിലം നടക്കണം, തന്റെ ഭാര്യയും സുതനും സുഖിക്കണം, എന്റെ വെമ്പളെയും കുറിച്ച് നന്നായിട്ട് സുഖിക്കണം. അതും തെറ്റല്ല, നല്ലതാ. അടുത്ത വരിക, അന്യരൊക്കെയും കിന്നരായി തീരണം. പിന്നെ ഇങ്ങനെയും ഭാര്യയെ കുറിച്ചും സൂഹിക്കുകയല്ല, അതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. അന്യരൊക്കെയും കിന്നരായി തീരണം, അത് സകലോ കൊടയണം. അടുത്തലായി, തന്നെ വന്നു വണങ്ങിയിടണം ദിനം. എല്ലാവരും പുള്ളിയുടെ മുന്നിൽ ഓച്ചാരിച്ച് നിൽക്കണം. സ്വാർത്ഥത. പക്ഷെ കർത്താവിന് സ്വാർത്ഥതയില്ല. കർത്താവിന്റെ വിശേഷത നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാണ്. അറിയാമല്ലോ, ഓർമ്മയ്ക്ക് നന്ദിയുള്ള നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന എന്നാന്ന് നിങ്ങൾക്ക് അറിയാം. അത് ഒക്കുന്നുണ്ടോ നോക്കിയാണ് നിങ്ങൾ ഇരിക്കുന്നത്. നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാണ് ക്രിസ്തു. 10 കുഷ്ഠരോഗിയല്ലേ പറഞ്ഞ, സർവജ്ഞനല്ലേ, സർവജ്ഞാനിയല്ലേ, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനല്ലേ, സമുദ്രത്തിന്റെ അടിത്തട്ടിക്കൊണ്ട് ഊളിയിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിൽ മറഞ്ഞിരുന്ന ചാതുർധരമ കണ്ടവനല്ലേ. അവന് മറഞ്ഞിരിക്കുന്ന വല്ലുകൊണ്ടോ? കർത്താവിനറിയാം 9 എണ്ണവും നന്ദിയുള്ളവല്ല, പക്ഷെ അവർ കൂടെ നന്മ ചെയ്യും. യേശുവിന്റെ സ്വഭാവ ശ്രേഷ്ഠത. നമ്മളെല്ലാവരും പാട്ട് പാടും. ഭക്തനായ നാഗസാഹിബനെല്ലാം എഴുതപ്പെട്ട പാട്ടാണ്. യേശുവേ നിന്റെ രൂപാമി എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ എന്ത് നല്ല വരികള്. ജർമ്മനി ജനിച്ച യുവദാസൻ ആത്മീയ ദർശനം പ്രാപിച്ച് കേരളക്കരയിൽ വന്ന് മലയാളം പഠിച്ച് മലയാളത്തിൽ എന്തോ നല്ല ഈടുറ്റ അന്നാരമായിട്ട് ഞെക്ക് ഞരടി ഓരോ പാട്ട് ഓരോരുത്തരും ഇഷ്ടംപോലെ പാട്ട് കിടക്കുന്നു. അതോ നല്ല സുഖമുള്ള പാട്ട്, കേട്ടാൽ സുഖം, മനസ്സിനൊരു കുളിർമ, വചനത്തിന്റെ ഉപദേശത്തിന് മാറ്റമില്ലാത്ത എത്രയോ ഈടുറ്റ ഗാനങ്ങൾ. അന്നേരം ഓരോരുത്തർ ദൈവം തന്ന പാട്ടാന്ന് പറഞ്ഞു വന്ന് പാടുന്ന കേട്ടാൽ അത് കണ്ടാൽ. ചില ഇടങ്ങളിൽ ഞാൻ പാട്ടും ബഹളം കഴിഞ്ഞേ പോവുള്ളൂ. കാരണം ചെന്നിരുന്നാൽ നമ്മൾ കൈയടിച്ചില്ലപ്പോൾ അയാൾ ആത്മീയത്തിനെതിരാന്ന് പറയും. ആലോചന ഉണ്ടാക്കണ്ടല്ലോ.
തന്നെ വീട്ടിൽ എനിക്ക് ആത്മാവിലെ അയച്ചം കൊണ്ട് സമയത്ത് തന്നാൽ മതിയല്ലോ. ഒരാൾ പറഞ്ഞു നേരത്തെ ഇവിടെ വന്ന് ദൂത് എടുക്കണമെന്ന് ഒരാളോട് പറഞ്ഞു. നേരത്തെ ഇവിടെ വന്ന് പുള്ളിയോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ ദൂതുമായിട്ട് വരുന്ന അച്ഛനെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. നടത്തിപ്പുകാരൻ മാസം പറഞ്ഞു നേരത്തെ ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ദൂത് എടുക്കണം. ഒരു ആത്മീയ ശൈലി ഭാഷയാണ്. ദൂത് എടുക്കണം. പുള്ളി പറഞ്ഞു ഞാൻ ദൂതുമായിട്ടാണ് വരുന്നത്, അച്ഛനെ നിന്ന് എടുത്താൽ മതി. ഇവിടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാനും മാമച്ചാനും ഒക്കെ പ്ലെയിനിൽ നിന്ന് പ്രാർത്ഥന തന്നെയായിരുന്നു കേട്ടോ. അത് ഓർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ചില വീടുകൾ നടന്നില്ലേ. ഇപ്പൊ ഇവിടെ വരികയായിരുന്നു, അവിടെ പിടിച്ചുകൊണ്ടിരുത്തിയതാണ്. എന്തിനായിരുന്നു ഇപ്പോൾ എനിക്ക് പിടികിട്ടില്ല. അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല. എന്നാ വേറെ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തി എന്തെല്ലാം വേണമായിരുന്നു. ദൈവം എന്നെ വെളിപ്പാട് കാണിച്ചതാണ് ഇങ്ങനെ സംഭവിക്കും. ഞാൻ ജോഷി ബ്രദറിനോട് പറഞ്ഞു, ഞങ്ങളുടെ സഭയെ പറഞ്ഞു, എനിക്ക് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ് ഇമിഗ്രേഷൻ എൻ്റെ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, തടസ്സം. അപ്പം ജോഷിനോട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, പുഷ്പം പോലെ ഇറങ്ങുമെന്ന്. ആരുടെ പുഷ്പം? പുഷ്പമല്ല അവിടെ പൊഴിഞ്ഞ് അനുഭവിച്ച മനോവേദന. മതത്തെ ദൈവത്തിന് കൊടുക്കുക, ഒരു പുഷ്പവും നടക്കുകയില്ല. അതുപോലെ ഫൈറ്റിംഗ് ഉണ്ട്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം മതത്വമെല്ലാം ദൈവത്തിന് കൊടുക്കണം. നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല, നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. അവിടെ സമയത്തോട്ടെ ഇവിടെ ഞാൻ വിസ്തരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഭക്തനായ നാരദ സാഹിബ് നല്ല പാട്ട യേശുവേ നിന്റെ രൂപം എന്റെ കണ്ണുകൾക്ക് എത്ര ശിഷ്യനാകുന്ന എന്നെയും അങ്ങേപോലെ ആകണം. ഞാൻ ദൈവസ്നേഹത്തിൽ ബഹുമാന്യ കർത്തദാസന്മാരും മാന്യ ദൈവജ്ഞര് സാഹിബിന്റെ ആഗ്രഹം മുഴുവനും അങ്ങേപോലെ മുഴുവനായില്ലെങ്കിലും കുറെയെങ്കിലും നമ്മുടെ കർത്താവിന്റെ സ്വഭാവ വിശേഷതയിൽ ഒരു കാര്യം പറഞ്ഞാൽ ഭാരപ്പെടാം. നിങ്ങൾക്കറിയാം, ഗതസമനെ വെച്ച് പ്രാർത്ഥിക്കുമ്പം വരുവാനിരിക്കുന്ന പീഡകളെല്ലാം കൂടെ മനസ്സിലാക്കി അതിവേദനയോടെ പ്രാണവേദനയിലായിരുന്നു. വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീഴും. പ്രാണവേദന. ശരീരവേദന ചികിത്സിച്ചാൽ മാറും, പ്രാണവേദന പെട്ടെന്ന് മാറുന്നില്ല. അനുഭവിക്കുന്നവരോട് ചോദിക്കണം. അനുഭവിക്കുന്നൊരു വളരെ ഇപ്പോൾ ഇതിനകത്ത് കാണും പ്രാണവേദന. അങ്ങനെ പ്രാണവേദനയായ സന്ദർഭത്തിൽ അവാളും പടി തീവണ്ടി പന്തങ്ങളുമായിട്ട് യൂതയെ ഒറ്റക്കൊടുപ്പിനാൽ ആ ചേവകന്മാരെല്ലാം അവിടെ കയറി വരിക. ആ ഭാഗം നിങ്ങൾക്ക് അറിയാമല്ലോ. കർത്താവിന്റെ ഇങ്ങോട്ട് വളരെ പരുഷമായി വന്നപ്പോൾ ആ മഹാപുരോഹിതന്റെ ദാസനെ പത്രോസ് വെട്ടി. കണ്ട് സീപ്പിക്കിട്ട് വെട്ടിയതുപോലെ കണ്ട് വെട്ടിയതാ. ഇപ്പൊ തന്നെ മൂക്ക നേരുടെ കണ്ണുകൂടം ചെവി മുറിഞ്ഞു. ചെവി മുറിഞ്ഞപ്പോൾ വേദനിക്കുക. ചെവിക്ക് മുള്ളുകൊണ്ടാ വേദനിക്കല്ലേ, പിന്നെ ചെവി മുറിഞ്ഞാലോ? ചെവി മുറിഞ്ഞതായ നിലത്തിൽ പുള്ളി വേദനിക്കുക. നമ്മുടെ കർത്താവിന്റെ സ്വഭാവ ശ്രേഷ്ഠത, ദിവ്യ സ്വഭാവം. ഉടനെ ആ ചെവി എടുത്ത് കിട്ടി അവന്റെ വേദന മാറ്റി. ഓർക്കണം, യേശുക്രിസ്തു പ്രാണവേദനയിലായിരിക്കുന്നത്. താൻ പ്രാണവേദന എടുക്കുമ്പോഴും മറ്റൊരുവന്റെ വേദനയ്ക്ക് ശമനം കൊടുത്തവനാ ക്രിസ്തു. ആ സ്വഭാവം ഇന്ന് രാത്രി പ്രാപിച്ച ഇവിടുന്ന് പോകാവും. ഇല്ല പിന്നെ നാളെ രാത്രി യോധന വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. താൻ പ്രാണവേദനയിലായിരിക്കുമ്പോഴും ഇനി വേദന മാറ്റിക്കൊടുത്തത് സ്നേഹിതന്റെ അല്ല, ശത്രുവിന്റെയാ. പിടിക്കാൻ വന്നവനാ. പ്രാണവേദന കൊണ്ട് മുടങ്ങിപ്പോഴും ശത്രുവിന്റെ വേദനയ്ക്ക് ശമനം വരുത്തിയവനാ ക്രിസ്തു. ആ ദിവ്യ സ്വഭാവം ഈ കൺവെൻഷനിൽ ചിലർ പ്രാപിച്ചെടുക്കട്ടെ. അങ്ങനെ പ്രാപിച്ചെടുക്കുന്നെങ്കിൽ നമ്മുടെ ഈ യോഗം വിജയമാണ്. ആള് കണ്ടമാനം വരുന്നത് വണ്ടി പാർക്കിംഗ് ഇല്ലാതെ ഞങ്ങൾ വിട്ടുപോയി. അതൊന്നുമല്ല യോഗത്തിന്റെ വിജയം. സ്വോത്രകാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കുഴഞ്ഞു. അതൊന്നുമല്ല യോഗത്തിന്റെ വിജയം. യോഗത്തിന് വന്ന ഒരുത്തന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. യോഗം വിജയം. എന്റെ സഹോദര, എന്റെ ബ്രദറെ, ആ യോഗം കഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ അച്ചായന് മാറ്റമുണ്ട്, അമ്മാമ്മയ്ക്ക് മാറ്റമുണ്ട്, പിള്ളേർക്ക് വ്യത്യാസമുണ്ട്. അവൻ കൂസ്റ്റലിനുള്ള പെന്തിക്കോസുകാർക്ക് മാറ്റം വന്നു. യോഗം വിജയിച്ചു. അല്ല പിന്നെ എന്തോ HPF ദൈവത്തിന്റെ സ്തോത്രം. പ്രസംഗിക്കുന്നവരുടെയും കേൾക്കുന്നവരുടെയും എല്ലാ സ്വഭാവത്തിന് മാറ്റം വരട്ടെ. ലോകം വിജയമാണ്. അതെ, ഞാൻ നിങ്ങൾ സേവിക്കുന്ന യേശു കർത്താവ് വിശ്വസ്തൻ.
ഇവിടെ എല്ലാവരും അവിശ്വസ്തരായി, തക്കം നോക്കി താഴെ നോക്കി. സന്ദർഭം വരുമ്പോൾ, ചതിക്കുമ്പോൾ, കാല് വാഴുമ്പോൾ, അവൻ പഠിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ പതറരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവ് പറഞ്ഞേച്ചാവത്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. പോകുന്നതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്, ഒത്തിരി കാര്യമുണ്ട്. ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറഞ്ഞു, ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിച്ചു, ഞാൻ നിനക്ക് സ്ഥലമൊരുക്കാൻ പോകയാ. നമ്മുടെ കർത്താവ് അത്ര വിശ്വസ്തൻ. അപ്പൊ ഒന്ന്, സഭയ്ക്ക് കർത്താവ് ഒന്ന് പരിചയപ്പെടുത്തി, ഞാൻ വിശ്വസ്തനായ ദൈവം. ഓടിച്ചു പോകാം. രണ്ട്, കർത്താവ് അഭിനന്ദിക്കും. അഭിനന്ദനം അത് യേശുവിന്റെ വിശേഷത. അഭിനന്ദിക്കും. അഭിനന്ദിക്കുന്ന നല്ലതാണ്. ചില അഭിനന്ദിക്കത്തില്ല, മാറി നിന്ന് പള്ളു പറയും. അഭിനന്ദിക്കണം. നല്ല കാര്യം കണ്ടാൽ നല്ലതാണ്. ഒരാൾ യോഗ്യമായൊരു വസ്ത്രം ധരിച്ചു, അത് നന്നായിരിക്കുന്നു. ഒരു സഹോദരി, അമ്മ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, യൗവനക്കാരൻ യോഗ്യമായി വസ്ത്രം ഇണങ്ങുന്നുണ്ട്, നന്നായിരിക്കുന്നു. ഒരാൾ നന്നായിട്ട് കൊച്ചു പിള്ളേരെ പ്രായമുള്ളനാണ്, വളരെ ശുശ്രൂഷിച്ചു, നന്നായിരിക്കുന്നു. പാട്ട് ശുശ്രൂഷ ചെയ്യുന്നവരെ പാടി വായിച്ചു, നന്നായിരിക്കുന്നു. നല്ലതാണെന്ന് പറയണം. യേശു അങ്ങനെ പറയും. ചെല്ലു പറയാം, അങ്ങനെ പറയരുത്, നെഗളിക്കും. പിന്നെ ഇതിന് അസൂയ കൊണ്ടായി പറയണം. മുഴുവനും കുശമൂത്തിയിരിക്കുക. അതല്ലേ പറഞ്ഞത്, എന്നെ ഒരു വയ്യാണ്ടി അതെ അസ്ഥിക്ക് അല്പം തേയ്മാനം. എന്റെ മറുപടി സദൃശമായതുകൊണ്ട് അസൂയ. അസ്ഥിക്ക് ദ്രവത്വം ഉണ്ടാകും. അസ്ഥി സംബന്ധമായി എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഓർത്തോണം. ട്രീറ്റ്മെന്റ് എല്ലാം വേറെ ദിവസം കിട്ടിയോ? ഒരാളെ അഭിനന്ദിക്കുന്ന നല്ലതാ. നല്ല കാര്യം കണ്ടാൽ നല്ലതാണ്. മാതൃക യേശുവല്ലേ. കർത്താവ് മോനെ, ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവ്. അഭിനന്ദിച്ച കേട്ടോ. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയതാ കേട്ടോ. വേറെ കർത്താവ് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇങ്ങനെ ഒരു വിശ്വാസം. ഒരിക്കൽ യേശു പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ. കർത്താവ് അങ്ങനെ അഭിനന്ദിക്കണം. നമ്മുടെ സഭയിൽ ആൾ വന്ന് വചനം നന്നായി ശുശ്രൂഷിച്ചു, പാസ്റ്റർ നന്നായിരുന്നു കേട്ടോ, ദൈവം എന്നോട് ഇടപെട്ടു. ഒരു സഹോദരി 2 ശരി പാട്ട് പാടി സാക്ഷി പറഞ്ഞ പാട്ട് നന്നായിരുന്നു കേട്ടോ. ആ സാക്ഷി ഒന്നുകൂടെ ബലമായിരുന്നു. നല്ലതാന്ന് പറയണ്ടേ? നല്ലതാന്നേലേ പറയാവൂ. എനിക്ക് തോന്നുന്ന ഏതമിച്ചനാന്ന് പണ്ടിരിക്കെ പറഞ്ഞായിരുന്നു, നോർത്തിൻ്റെ ചെന്നപ്പോൾ കുടുംബം അങ്ങാണ്ട് ഓരം വെച്ച് കൊടുത്ത് കണ്ട ഒരു കഴിച്ചു പറഞ്ഞ് നല്ലതാണ്. പിന്നെ ചൊല്ലിപ്പോഴെല്ലാം അവർ ഗണനാതിരിക്കാൻ അങ്ങോട്ട് പറഞ്ഞതാണ് നല്ലതാണ് കുടുംബത്തോരൻ. പിന്നെ തമ്മിച്ച് ചെല്ലുമ്പോഴെല്ലാം കുടുംബത്തോരൻ കഴിഞ്ഞ് ചെന്നപ്പോൾ ആ നാട്ടു കുടുംബില്ല വേറെ ഗ്രാമത്തിൽ ചെന്ന് കുടുംബെടുത്തോണ്ട് വന്നതാണ് നല്ലതാന്ന് പറഞ്ഞു പോയി. എന്തോ അബദ്ധം. നല്ലതാന്നല്ലേ നല്ലതാന്ന് അങ്ങനെയോ. ചെറിയ ഉദാഹരണം, നാട്ടിലെ രീതി വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ രീതി അല്ല കേട്ടോ. ഉദാഹരണം, നമ്മുടെ ശുശ്രൂഷയ്ക്കൊക്കെ പലയിടത്ത് ചെല്ലുമ്പോൾ ഭക്ഷണം തരും. ചിലടത്തിൽ നിന്ന് കഴിക്കും, ചിലടത്തിൽ നിന്ന് അന്നത്തെ സന്ദർഭം അനുസരിച്ച് പുറത്തുനിന്ന് വരികയില്ല. അപ്പോൾ ഒരു വിഭവമേ കാണുകയുള്ളെങ്കിലും ഒരു മീൻ കൂട്ടാൻ. ഉദാഹരണം, മേശപ്പുറത്ത് വന്നു, അത് കഴിച്ചപ്പോൾ നന്നായിരുന്നു. സഹോദരിയെ വിളിച്ച് പറയാം, നന്നായിരിക്കും. അവർക്ക് ഒന്നുകൂടെ സന്തോഷം. കടലിൽ കിടന്ന, കായലിൽ കിടന്ന, ജലാശയത്തിൽ കിടന്ന മീൻ ഈ പരുവത്തിന് വരേണ്ട എന്ത് ബന്ധപ്പാട് കാണും ഇല്ലേ? പ്രാർത്ഥിച്ചാടുന്ന മീൻ ഈ കറി ആകും. അപ്പൊ അത് വെട്ടി തേച്ച് കഴിഞ്ഞ് അതിന്റെ എരിവെല്ലാം ചേർത്ത് എന്ത് കഷ്ടപ്പെട്ട് എത്തപ്പെടാം, നന്നായിരിക്കും. ഞാൻ അടുത്ത സമയത്ത് ഒരു കൺവെൻഷൻ ചെയ്യുന്ന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഭക്ഷണം തന്നു. അപ്പം ചെറിയ അനുഭവമാണ്. ഭക്ഷണം കഴിച്ചപ്പോൾ മീൻ കൂട്ടാൻ നന്നായിരിക്കും. ഞാൻ എൻ്റെ ശബ്ദവും ഈ രീതിയല്ലേ ചിലർക്ക് പേടിയായിരുന്നു. ചില പറഞ്ഞ അയാൾ മുരടാന്നാ പറയുന്നത്. പല അഭിപ്രായം അന്നും ഇന്നുമൊക്കെ ഉണ്ട്. ഞാൻ പാസ്വേഡ് ചോദിച്ചു, ആരായി ഭീകര വെച്ചത് ആരാന്ന് ചോദിച്ചു. സഹോദരൻ വിളിച്ചു, അവരെ അടുക്കളയിൽ കൂടെ വെളിയിലോട്ട് ഇറങ്ങി ഇനി വിളിക്കാൻ പറഞ്ഞു. എന്റെ ഈ ശബ്ദവും പ്രകൃതി അത് അങ്ങനെ ആയി പോയതാണ്. പിന്നെ അവര് വളരെ ഭവ്യതയോടെ കളഞ്ഞിന് മറഞ്ഞ് അപ്പൊ എന്നെ പാസ്റ്റ് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. എന്റെ ആ സ്വരവ രീതി ആയതുകൊണ്ടായിരിക്കും. പിറ്റേ ദിവസം പാസ്റ്ററിന്റെ ഫോൺ ചെയ്തു വൈകിട്ട്, അനീഷ് പാസ്റ്ററെ ഞങ്ങൾ സ്തോത്രം എന്തുകൊണ്ടാ ഞാനിതിന് പ്രസംഗിച്ച വലിയ പ്രശ്നമായോ? ഞങ്ങളുടെ സഹോദരി ഇന്നലെ ഭക്ഷണം കഴിച്ചില്ല. ഞാൻ ചോദിച്ചാൽ
അവർക്ക് വയറ് നിറഞ്ഞു. അത്രയും പേരുടെ മുന്നിൽ ഉണ്ടാക്കിയ കൂട്ടാൻ നന്നായി എന്ന് പറഞ്ഞത് അഭിനന്ദിക്കേണ്ട കാര്യം അഭിനന്ദിക്കണം. അതിൽ ഏറ്റവും നല്ല മാതൃക യേശു മാതൃക കാണിച്ചു. എന്നാ ഒരു കാര്യം പറയാം, ലവോദിക്കിയ സഭയെ അഭിനന്ദിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് അഭിനന്ദിച്ചില്ല. സഭയെ അഭിനന്ദിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? എന്നാൽ ലവോദിക്കിയ സഭയുടെ പീരീഡ് വന്നപ്പോൾ അഭിനന്ദിക്കാൻ മറ്റു സഭകളെ അഭിനന്ദിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2-ാം അധ്യായത്തിന്റെ 6 വായിച്ച എഫെസോസുകാരെ അഭിനന്ദിച്ചില്ല 2:6. എങ്കിലും നിക്കലോവിയുടെ നടപ്പ് നീ പായിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അഭിനന്ദനം. എഫെസോസുകാരോട് പറയാം, പീഡകളും പോരാട്ടങ്ങളും പ്രതിസന്ധികളും അർത്തമീസിന്റെ വ്യാപാരവും മന്ത്രവാദികളുടെ ഏറ്റിലും അങ്ങനെ പോരുകളുള്ള സ്ഥലത്തായി സഭ നിന്നത് അവരാത്മാവിൽ ബലപ്പെട്ടവരെ. അതുകൊണ്ടാണ് 6:10 പറഞ്ഞത് എഫേസ്യ ലേഖനം. ഒടുവിൽ കർത്താവിലും അനുഗ്രഹത്തിലും അങ്ങനെയൊക്കെ ആ സഭയെ പറ്റി പറഞ്ഞിട്ട് അഭിനന്ദിച്ച് പറയാം, നിക്കലോവിയുടെ നടപ്പ് പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. പകയ്ക്കേണ്ടതിനെ പകയ്ക്കണം. സഭ അകത്തി നിർത്തേണ്ടതിനെ അകത്തി നിർത്തണം. മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തണം. പലയിടങ്ങളിലും വിവാഹ ശുശ്രൂഷയിൽ ഞാന് കുറച്ച് നാളായിട്ട് ഇപ്പൊ അങ്ങനെ സ്റ്റേജിൽ പോയിരിക്കുകയല്ലേ, പേടിയാ. അതേപോലെ തുണിയിടാറാ വരുന്നത്. പിന്നെ വരവൊക്കെ ഒന്ന് കണ്ടാൽ കാലിനും കറി. നാളെ ഇവിടെ യോഗം ഉള്ളത് കൊണ്ട് ഇപ്പൊ ഒന്നും വിടുന്നില്ല. നാളെ ഇനി വാ. എന്തോ ആർഭാടം, എന്തോ ദൂർത്തടി, എന്തോ ഇത് സ്തോത്രം. പുസ്തകമായിട്ട് നോക്കുന്നില്ല, അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. പുസ്തകവും ഇത് കൂടെ ഒക്കുന്നില്ലെന്ന്. നിങ്ങളുടെ കേരളത്തിൽ നിന്ന് വന്നവരല്ലേ ശുദ്ധഭാഗം ആൾക്കാരും. ചില കുഞ്ഞുങ്ങളല്ലയോ ഇവിടെ ജനിച്ച് വളർത്തപ്പെട്ടവര്. പലതരച്ചവർ പലരും കേരളത്തിൽ നിന്ന് വന്നവരാ. പണ്ട് കാലത്ത് വീട് പണിയുമ്പോഴേ ഒരു ഭാഷ എന്ന് പറയാ, കല്ലാശാരിയും തടിയാശാരിയും വിളിക്കും. ഇത്രയും നീള, ഇത്രയും വീതി, ഇത്ര മൂടി, 2 കോടി അല്ലെ 4 കോടി കെട്ടുകെട്ട്. ആശാരിക്ക് കണക്ക് കൊടുക്കും, കല്ലാശാരിക്കും കണക്ക് കൊടുക്കും. വീടിന് സൗകര്യമില്ല. ആശാരി തടിപ്പണി നടക്കുന്നത് വേറെ വീട്ടിലോട്ടോ വേറെ സ്ഥലത്തിട്ടായിരിക്കും. കല്ലാശാരി ഇവിടെ ഫൗണ്ടേഷൻ കെട്ടുക, പിന്നെ വീട്ടിലോട്ട് കെട്ടും ഭിത്തി. വീടിലൊരു തൂക്കുകെട്ടുണ്ട് ചരടരിങ്ങനെ. അതിന് ഇടയ്ക്കിടയ്ക്ക് തട്ടി കളിക്കാനാണ്. കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോൾ തട്ടി ഇങ്ങോട്ട് തട്ടടാ. അതിനാണോ പറ? നിങ്ങൾ ലണ്ടനിൽ നിന്ന് വന്നാണോ? കേരളത്തിൽ നിന്ന് വന്നല്ല. ആ, ഇത് മിക്കവാറും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അമേരിക്ക വന്നപ്പോ പെട്ടിയും പിടിച്ച തണുപ്പത്തെ എയർപോർട്ടിൽ നിന്നൊക്കെ ഒന്ന് ഓർത്തോണം. ആർക്കും വരാനായിട്ട് അവരെല്ലാം കൊണ്ട് ക്ഷണിക്കാൻ വന്നവര് പോലും വന്നില്ല. ഇന്നത്തെ പോലെ മൊബൈൽ വന്ന് തണുപ്പ് കൊടുക്കുന്നില്ല. പൗലോസ് പറഞ്ഞിട്ട് പണമെടുത്ത് വെച്ചേക്കാൻ ഞെളിയാറെ ഭയപ്പെടുക ദൈവത്തെ. അവൻ കല്ലാശാലയ്ക്ക് തൂക്കിക്കട്ടയൊക്കെ കാണവേ കണക്കാ തോന്നാ. ആശാരുടെ കയ്യില് കൊട്ടുപടി മുഴക്കോൽ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പിന്നെ ചെവിയിലൊരു ഈറല്. പുള്ളി അപ്പുറമായിട്ടാണ് പണിയുന്നത്. ഇങ്ങനെ ഇവിടെ ഇവർ തമ്മിൽ ചിലപ്പോൾ കാണത്ത് പോലും ഇല്ല. പക്ഷെ ഇങ്ങനെ ഫൗണ്ടേഷൻ കിട്ടി ഭിത്തിപ്പൊക്കം വെക്കി അങ്ങനെ കൂട്ട് കൊണ്ടുവന്ന് കയറ്റുമ്പോൾ കൃത്യം ഒത്തിരിക്കും. കണക്ക് 2 1. പല സ്ഥലത്തിട്ടാ പണിയുന്നത്. ആശാരി കല്ലാശാരി പരിചയം കണ്ടെന്ന് വരികയല്ല. പക്ഷെ 2 പേർക്കും കൂടെ കണക്ക് കൃത്യമാണ്. ഇതാണ് നമ്മുടെ കണക്ക്. ഇതാതിന്റെ തോതി അളവ് കൃത്യം പണം തന്നു വരുമ്പോ ഒക്കണം. മേളുമായിട്ട് നോക്കണമെന്ന്. അതുകൊണ്ട് ചിലതിനോട് യോജിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അഭിനന്ദിക്കേണ്ട വിഷയം വരുമ്പോ യേശു അഭിനന്ദിക്കും. എഫെസോസുകാരോട് പറഞ്ഞു, നിക്കലോവിയുടെ നടപ്പ് പകയ്ക്കുന്നു എന്ന് ഒരു നന്മ നിനക്കുണ്ട്. ഇതുപോലെ വേറെ അഭിനന്ദനം പറഞ്ഞില്ല. 3:4 വായിച്ചേ. 3:4. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ, എന്നാൽ ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർവ്വത്തിൽ നിനക്കുണ്ട്. അതും അഭിനന്ദിച്ചു. മലിനമാകാത്ത കുറെ പേരുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്, ഇവിടെയുണ്ട്.
ജീവിതത്തെ സൂക്ഷിക്കുന്ന, ജീവിത വസ്ത്രം കാത്തു സൂക്ഷിക്കുന്ന, ജീവിതത്തെ അവനെ ക്രമീകരണത്തോടെ നടത്തുന്ന അവൻ പലരും അന്നുകൊണ്ട് എവിടെയുണ്ട്. നാട്ടിലൊക്കെ ചിലപ്പം ചിലരുടെ ധാരണ അമേരിക്കയിലുള്ള എല്ലാവരും വേറെ രീതി. ഞാൻ പറഞ്ഞല്ല, നന്നായിട്ട് ജീവിക്കുന്നവർ അമേരിക്കയിലുണ്ട്, ഇവിടെ കുഴഞ്ഞവര് കേരളത്തിൽ എല്ലായിടത്തും കൊണ്ട് നന്നായിട്ട് ജീവിക്കുന്നവരും കുഴഞ്ഞ ആൾക്കാർ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്. മലിനമാകാത്ത കുറെ പേരുണ്ട്. പ്രിയരെ, ആ കൂട്ടത്തിലായിരിക്കണം ഞാനും നിങ്ങളും. കരമയുയർത്തി ദൈവത്തിനൊന്ന് ശ്രദ്ധിച്ചേ. അന്യോന്യം അഭിനന്ദിക്കണം. അവൻ മറ്റുള്ളവനെ ശ്രേഷ്ഠനായിട്ട് എണ്ണണം. ചെളിവാരി എറിയരുത്, ആക്ഷേപിക്കരുത്. അവന്റെ വിലകുന്നതിൽ അവന്റെ അടുത്ത് അമ്മാനമാടരുത്. സ്തോത്രം. അഭിനന്ദിക്കും, മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്നുണ്ട് എങ്കിൽ ദൈവം നിന്റെയും മാനിക്കും. കരമയുയർത്തിയെങ്കിൽ കൂടെ ദൈവത്തെ ശ്രദ്ധിക്കാം. ബാക്കി ഭാഗം ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. കരമയുയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ജയിക്കുന്നവന് അതാണ് നമ്മുടെ വിഷയം. ദൈവം എന്ന് വെച്ചാൽ നാളെ ഒരിക്കൽ കൂടെ ദൈവത്തെ ശ്രദ്ധിക്കാം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ.